ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെ പേരിലും പ്രവീൺ മച്ചാന്റെ പേരിലും കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോ കോമഡിയുടെ എന്താ പറയാ ഒരു സദ്യയാണ് ഇവിടെ അല്ലെ? അതെ. അപ്പോ ഞാനും പ്രവീൺ മച്ചാനും ഇന്ന് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അതെ, കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും ഹാസ്യപരമായിട്ടുള്ള നല്ല സ്കിറ്റുകൾ കണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എന്താ പറയാ വളരെ നല്ലൊരു ഫ്ലോറാണ് അല്ലെ? അതെ. അപ്പൊ ഈ ഒരു ഫ്ലോറിലെ ഇന്നത്തെ പ്രോഗ്രാമിന് ഞങ്ങളും ഉണ്ട് കൂടെ. അപ്പോ എന്തായാലും നമ്മുടെ തലവിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്വേത മേനോൻ, പിന്നെ ദേ നമ്മുടെ സ്വന്തം നോബി ചേട്ടൻ, ആലീസ്, നമ്മുടെ സ്വന്തം ശ്രീവിദ്യ, പിന്നെ നമ്മുടെ കുഞ്ഞാക്കി. ക്രിസ്മസ് ഇങ്ങോട്ട് വന്നെത്തി. അപ്പോ ഇന്നത്തെ നമ്മുടെ നാട്ടുകൂട്ടം അതിഥികൾ കുറച്ച് സ്പെഷ്യൽ ആണ്. നമ്മുടെ സ്വന്തം മലപ്പുറത്തെ കുറച്ച് ചേച്ചിമാരാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, എന്തിനാണ് ചേച്ചിമാര് വന്നെന്ന് ചോദിച്ചാ ഇന്ന് നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കി തരാൻ പോവാണ്. അല്ലേ 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 അല്ലല്ലേ അല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഒന്ന് ലിപ്സ്റ്റിക്ക് മാറാൻ പോയപ്പോ ഇവിടെ എന്നെ ബഹളമൊക്കെ. അല്ല, ഫ്ലോർ ഒന്ന് കണ്ടപ്പോ ഇപ്പൊ അളിയൻ അതെ പറയണ്ടേ ഞാൻ വന്നപ്പോ? കൊണ്ടുവന്നാണ്. ആന്നേ, ഞാൻ താഴെ പോലേക്കുമ്പോ ഭയങ്കര ഓളം. ഇവിടെ ഞാൻ തൊണ്ട കീറി ഇവിടെ വെൽക്കം പറഞ്ഞ ഒറ്റ കൈ അടിക്കാത്ത ഇന്ന് വൺ ഓൺ. നീ എന്തിനു വന്നേ? അല്ല, കളർഫുൾ ആക്കാൻ വേണ്ടി ഒരു കളർ വന്ന കിസ്മിസ് ആയിട്ട് കൂട്ടിയാ മതി. ഇപ്പൊ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ആയിട്ട് എന്നെ കൂട്ടിയാ മതി. അല്ല, ഈ ടെക്കീസ് ആയാൽ മാത്രം മതിയോ? അവരൊരു ആങ്കർ ആയിട്ട് നന്നായിട്ട് ചെയ്യില്ലേ? ചേച്ചി പ്ലീസ്, സൂപ്പർ ആയിട്ടാ ചെയ്യുന്നത്. എന്തെങ്കിലും ഒഴിവുണ്ടായിരുന്നോ ഇവിടെ? ഒഴിവില്ല ഇവിടെ. സംസാരിക്കാം അല്ലേ? സംസാരിക്കാം. അതെ, ഇവിടെ ഇത് റിട്ടേൺ ആവാൻ വേണ്ടി അതുകൊണ്ട് ഒഴിവുണ്ട്. അല്ല, ഇവർക്ക് നമ്മൾ ഓൾറെഡി അമൃത TV നടത്തിയ മറ്റേ ഡിജിറ്റൽ മീഡിയ അവാർഡ് 2025 ബെസ്റ്റ് ടെക്കി പോപ്പുലർ അവാർഡ് കൊടുത്തു. ഇതെല്ലാം കിട്ടിയതിനു ശേഷം വീണ്ടും നിങ്ങൾ ഇവിടെ പോവാണ്ട് ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രൊമോഷൻ കൊടുത്ത ആങ്കർ ആയിട്ട്. അല്ല, നോബി ചേട്ടനൊന്ന് വിളിച്ചായിരുന്നേ. ഒരാൾ ഇവിടെ നിന്ന് തട്ടാനുണ്ട്, നീ വന്നോടെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ പറയില്ല. പക്ഷെ ഷോക്കൊന്നും നമുക്ക് വേറെ സംഭവമുണ്ട്. നമുക്ക് ജിയോ എന്തെങ്കിലും ഒരു പരീക്ഷണം നമുക്ക് അതിൽ വിജയിപ്പിക്കാം. തീർച്ചയായും ആ പരീക്ഷണത്തോടുകൂടി എല്ലാം തീരണം. അത് പറ്റിയൊരു ഒരു സാധാരണ കുഞ്ഞ് എലികളെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു എലിയാണ്. എന്റെ പേരിൽ ഒരു എലി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പരീക്ഷണ വസ്തുവാണ് ഞാൻ എന്നുള്ളത്? എന്റെ കെട്ടിയുള്ള വീട്ടിൽ ഞാൻ എലി എന്നാണ് വിളിക്കുന്നത്. അവള് കേൾക്കേണ്ടത്. ആണോ? എലിസബത്ത് എന്നാണോ പേര്? എലിസബത്ത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊക്കെ അങ്ങനെയാ. എന്തായാലും പരീക്ഷണത്തിന് നമുക്ക് എലികളെ ആവശ്യമുണ്ട്. ഓക്കെ, അതിനുള്ള സമയം എത്തട്ടെ. എന്തെങ്കിലും പരീക്ഷണം നടത്തിയിട്ടുണ്ടോ എപ്പോഴേലും? അതെ, പരീക്ഷണമായിരുന്നു ഒരു പരീക്ഷണമായിരുന്നു. അത് മാത്രമല്ല, 1 മാസം പ്രായമുള്ള കൊച്ചും അതും ഒരു പരീക്ഷണം. ആദ്യത്തെ പരീക്ഷണം വിജയിച്ചു, സെക്കൻഡ് പിന്നെ സമയമുണ്ടല്ലോ. അപ്പൊ പരീക്ഷണം വൈകും. അതെ, കല്യാണം കഴിഞ്ഞാണോ? അതെ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 1 വർഷം ആവണുള്ളൂ. ശരി, ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോ എന്താ ഒരു ഫീല് തോന്നാറുള്ളത്? അത് എപ്പോഴെങ്കിലും ഓൺ സ്ക്രീൻ വന്ന് ചെയ്യണം എന്ന് തോന്നിയിട്ടേ ഇല്ലേ? ഇല്ലില്ല, തോന്നാറില്ല. ബാക്കിൽ രസം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണോ? എഞ്ചിനീയറിംഗ് അത് കഴിഞ്ഞാണ്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോഗ്രാഫിയിലേക്ക് ഒരു ഭാവി ഉണ്ടായത്. അങ്ങനൊന്നുമില്ല, നിങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആയേ? എഞ്ചിനീയറിംഗ് അല്ല, ഞങ്ങൾ പ്രത്യേകിച്ച് വൈബ് സെറ്റ് ആയതുകൊണ്ട് ആയതെന്ന് തോന്നുന്നു. കാരണം നാട്ടുകാരാണ്, ഒരുമിച്ച് പഠിച്ചതാണ്, പിന്നെ എന്നെ പോലെ തന്നെ ഒരു പണിയില്ലാതെ നടന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചു. അല്ലടാ? അതെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ യൂഷ്വലി ആൾക്കാർ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് വലിയൊരു ബിസിനസ്സോ കുറച്ചുകൂടി വേറെ മേഖലകളിലും വലിയ കാര്യങ്ങൾ ആലോചിക്കുക. ഹൗ കം എഞ്ചിനീയറിംഗ് ആയി കഴിഞ്ഞാൽ നേരെ സോഷ്യൽ മീഡിയയിൽ വന്നത്? എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാ. നമ്മുടെ ഇവിടുത്തെ ഇക്കോസിസ്റ്റം അതിന് പറ്റിയതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ നമുക്കുള്ള വഴി വെട്ടി തെളിക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ പ്രവി? പിന്നെ ഞങ്ങളിപ്പോ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചു. ഇപ്പൊ ഞങ്ങൾക്കൊരു ടോയ് ഷോപ്പ് ഉണ്ട്, ടോയ്പീഡിയ എന്ന് പറഞ്ഞിട്ട്. അതെവിടെയാണ്? അത് ഓൺലൈനാണ്. ഒബ്വിയസ്ലി ഒരു പുതിയൊരു മേഖല. എങ്ങനെയാണ് അതിൽ വന്ന ആ ഒരു ഗ്രോത്ത് പറഞ്ഞുതരൂ, പ്രേക്ഷകരും അറിയട്ടെ. എനിക്ക് തോന്നുന്നു നമ്മള് ആ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു പ്രസരണം കൂടി വന്നത് കൊറോണയുടെ ടൈമിലാണ്. ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാൻ വേറെ വഴികളില്ലായിരുന്നു. സിനിമയില്ല,
TV ഷോകൾ ഉണ്ടെങ്കിലും അത് ലിമിറ്റഡ് ആയി, കാരണം കൊറോണയുടെ ആ ഒരു പ്രശ്നം കാരണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് എനിക്ക് തോന്നുന്നു അതിൽ ഞങ്ങൾ വിജയിച്ചു. നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. ആ ഒരു കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആയിരിക്കാം M4Techലേക്ക് സ്റ്റക്കായത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബേസിക് ഫണ്ട് സ്വരൂപം എന്ന് പറഞ്ഞാൽ ഞാനും പ്രവീണും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കൽപ്പണിക്ക് പോയായിരുന്നു അല്ലേ? അതെ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കൽപ്പണിക്ക് പോയത്. എനിക്ക് കിട്ടിയ പൈസ ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ കൊടുത്തു. പ്രവീൺ കൽപ്പണി, അതായത് വെക്കേഷന് 2 മാസം ഉണ്ടായിരുന്നു. പ്രവീൺ കൽപ്പണി ചെയ്ത പൈസക്കാണ് ആദ്യത്തെ ക്യാമറയും പിന്നെ വീട്ടിലേക്ക് ഫ്രിഡ്ജും വാങ്ങി അല്ലേ? അങ്ങനെ സത്യം പറഞ്ഞാൽ M4Techന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ പ്രവീൺ അന്ന് വാങ്ങിയ ഒരു 20,000 രൂപയുടെ ഒരു ക്യാമറയാണ്. നിക്കോൺ കൂൾപിക്സ്. യെസ്, അതിനായിരുന്നു തുടക്കം. ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നു. അടിപൊളി. അല്ല, അത് വലിയൊരു ഗ്രോത്ത് ആണ് നിങ്ങൾ ക്യാമറ വാങ്ങലും എഡിറ്റിംഗ് പഠിക്കലും. ബിക്കോസ് യുനോ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിലിപ്പോ നിങ്ങൾ തന്നെയാണ് ഡയറക്ടർ, നിങ്ങൾ തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ, സ്ക്രീൻ പ്ലേ, എഡിറ്റർ, റിലീസ്, ഡിസ്ട്രിബ്യൂട്ടർ, എല്ലാം. എന്തൊരു കഴിവുള്ള യൂത്ത് ആണ് ഇപ്പോ. വെരി ഗുഡ്. Thank you. സത്യം പറഞ്ഞ് ഞങ്ങൾ ഫ്ലോറിന്റെ മുകളിലെത്തി. കുഴപ്പമില്ല, എപ്പിസോഡ് എൻ്റെ ആകുമ്പോൾ ജിയോയുടെ വേറൊരു വീഡിയോയുടെ പ്രത്യേകത എന്താ പറയുക? ജിയോയുടെ വീഡിയോയുടെ പ്രത്യേകത പൊളിഞ്ഞാലും ഇടും നന്നായാലും ഇടും. ചില വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് പാളി പോയിട്ടില്ലേ? അതൊക്കെ ഇട്ട് അത് നോബി ചേട്ടൻ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് അയാളെ ഞാൻ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ മറ്റേ ബോട്ടൊക്കെ ഉണ്ടാക്കി ജിയോ. അത് മാത്രമല്ല, ഇവരുടെ വീഡിയോസ് എന്ന് പറയുന്ന ഒന്നും ചെറിയ കാര്യത്തിലല്ല, എല്ലാം വലിയ സംഭവങ്ങളാണ് ചെയ്യുന്നത്. അതാണ് നമ്മളെ കുറച്ചും കൂടി ഇരുത്തി കാണിപ്പിക്കാൻ തോന്നുന്നൊരു സംഭവം. ഇതൊക്കെ പറഞ്ഞപ്പം നമ്മുടെ അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ് 2025 ലഭിച്ചിരുന്നു ഫോർ ബെസ്റ്റ് ടെക്കി പോപ്പുലർ അല്ലേ? എനിക്ക് തോന്നുന്നു ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ടെക് ഇൻഡസ്ട്രിയിൽ യൂട്യൂബിൽ മലയാളത്തിൽ അധികം ആരും ഇല്ലാത്തത് കൊണ്ടും ആവാം ചിലപ്പോൾ എനിക്ക് തന്നതെങ്കിലും ഒരുപാട് സന്തോഷം. അപ്പൊ ഒരു കാര്യം എയർലൈൻ പേര് മാറ്റി വിനയൻ എന്നിട്ടാൽ. അതെ, വിനയൻ എന്നാക്കണം ഇനി. പ്രവീൺ ചേട്ടാ പറ, അവാർഡ് കിട്ടിയപ്പോ എന്നാ തോന്നി? വളരെ സന്തോഷമുണ്ട് അവാർഡ് കിട്ടിയതില്. നല്ല സന്തോഷമുണ്ട്. ഇനി അവാർഡുകൾ കിട്ടണം. സന്തോഷം, ഹാപ്പി, സന്തോഷം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കേക്ക് മിക്സിംഗിന്റെ അതാണ് ആ പറഞ്ഞത് പോയിന്റ്. ഈ ചേച്ചിമാര് പറയുന്നത് ബേക്കേഴ്സ് ആണ്, അവര് മലപ്പുറത്ത് നിന്നാണ് വരുന്നത്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് അല്ലേ? എന്നിട്ട് കേക്ക് മിക്സിംഗിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചേക്കുന്നത് കേക്കട്ടെ? ഡേറ്റ്സ് ഉണ്ട്, നട്ട്സ്, വൈൻ, ടൂട്ടി ഫ്രൂട്ടി, ഗ്രേപ്സ്. ഓക്കെ. ചേച്ചി സാധാരണ കേക്ക് മിക്സിംഗിൽ റം ഒഴിക്കുമല്ലോ? ഒഴിക്കും. ഇപ്പൊ റമ്മിനും പകരമായിട്ടാണ് നമ്മള് വൈൻ ഒഴിക്കുന്നത്. റമ്മിന് പകരമാണ് എടുത്തോണ്ട് ഓടലാകില്ല. ഓൾറൈറ്റ്, നമുക്കൊരു കാര്യം ചെയ്യാം. ചേച്ചിമാരുടെ വിശേഷങ്ങൾ നമുക്ക് ഒപ്പം അറിയണം. നമുക്ക് കേക്ക് മിക്സിംഗ് ചടങ്ങിലേക്ക് അങ്ങ് കിടക്കാം. എന്ത് പറയുന്നു? ഒരു സൈഡിൽ മിക്സ് ആവട്ടെ, ഒരു സൈഡിൽ നമുക്ക് വർത്താനം പറയണം. അപ്പൊ ശ്വേത ചേച്ചി, യു ഓൾസോ പ്ലീസ് ജോയിൻ us. നമ്മുടെ ടീം വരേണ്ടതാണ് പ്ലീസ്. നമ്മൾ കാത്തിരുന്ന നിമിഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. കേക്ക് മിക്സിംഗ് സെറമണി നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണോ? അപ്പൊ ഇത്തമാരെ റെഡിയാണോ? കോമഡി മാസ്റ്റേഴ്സ് നമ്മൾ റെഡിയാണോ? തുടങ്ങല്ലേ? കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇതാ കേക്ക് മിക്സിംഗ് സെറമണി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇനി ആഘോഷ വേളയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. റെഡിയാണോ ഗൈസ്? മലപ്പുറത്തെ ഇത്തമാരെ റെഡിയാണോ? കേക്ക് മിക്സ് ചെയ്യുന്ന 3 ചേച്ചിമാര് വരട്ടെ. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലെ താരങ്ങൾ മുന്നോട്ട് വരട്ടെ. സോഷ്യൽ മീഡിയ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജിയോ മച്ചാ, come on and here let's celebrate the cake mixing ceremony. നമ്മുടെ ലീമിനും കോഫി ക്രീമിനും വേണ്ട സ്പെഷ്യൽ കേക്ക് മിക്സിംഗ് ആണ്. അതിൽ സ്പെഷ്യൽ ഞങ്ങൾ കുറച്ച് സീക്രട്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും പറയും. ഇല്ലല്ലേ? ഏതോ കറുത്ത കൈകൾ ഇതിന് മുളകിൽ.
കേക്കിന് ടേസ്റ്റ് കൂടണമെങ്കിൽ ഇത് മിക്സിംഗിൽ ഒന്ന് ചിരിയൊക്കെ വേണം കേട്ടോ. സ്നേഹം, ചിരി, സന്തോഷം. ചിരിക്കണമെന്നുണ്ട്, പേര് പോയി കിടക്കുന്നത്. Alright, അങ്ങനെ നമ്മുടെ കേക്ക് മിക്സിംഗ് സെറമണി ഇതാ ഇവിടെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആസ് യു ഓൾ നോ, ഇത് നന്നായിട്ട് ഇനി സോക്കായി വൈനിൽ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഇതാ പ്ലം കേക്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എന്റെ മോളെ. കിട്ടി എനിക്കിവിടെ. ശരിക്കും ഈ ഒരു മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥന എന്തിനാണെന്നറിയോ? അറിയാം, കേക്ക് കിട്ടണേന്ന്. അതാണ് നമ്മുടെ പ്രാർത്ഥന. ഒരുപാട് സന്തോഷത്തോടെ താങ്ക് യു ഉത്തമാരെ. നമ്മളങ്ങനെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവിടെ തീരുന്നില്ല ആഘോഷം. സാറേ, നമ്മുടെ മോഷണ കേസിലെ പ്രതിയില്ലേ, പുള്ളി ലോക്കപ്പിൽ നിന്ന് ചാടിപ്പോയി. ഇല്ല സാറേ, അവനെ ഞാൻ പിടിക്കും. അതെന്റെ പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആണ്. അവനുള്ള സ്ഥലം ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല കുഴപ്പമില്ല. ഞാൻ പ്രതിയെ കിട്ടിയാൽ ഉടനടി സാറിനെ വിളിക്കാം കേട്ടോ. ഓക്കെ സാർ, ഞാൻ വിളിച്ചോളാം. ഓക്കെ. എവിടെ പോയി ഇയാളെന്താ ഇവിടെ വന്നിരിക്കണത്? അങ്ങോട്ട് ചെല്ലാനാ? ഓ, പ്രതി അവിടെ വിളിച്ചിട്ടുണ്ടാവും. അയ്യോ ഇനി ഞാൻ ഇങ്ങോട്ടാ വന്നത്. എവിടെ പ്രതി? എവിടെ കിടന്നുറങ്ങണം? കൊല്ലുന്നില്ല സാർ. ഇങ്ങനെയാണോ ഒരു സാറിനെ കാണുമ്പോ സല്യൂട്ട് ചെയ്യണോ? സാറേ, ഞാൻ ഉറങ്ങിപ്പോയി സാറേ. പ്രതിയെ പിടിക്കാൻ വന്നിട്ട് ഇവിടെ ചാരി ഇരുന്ന് ഉറങ്ങണോ? സാറേ, ഞാനേ 2 ദിവസമായി ഉറങ്ങിയിട്ട്. കൊതുകിന്റെ ഭയങ്കര ശല്യം സാറേ വീട്ടില്. ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഉറങ്ങിപ്പോയതാണ് സാറേ. ഒറ്റ മിനിറ്റ് കൊതുക് സാറേ. കൊതുക് മിണ്ടല്ലേ. കയ്യിൽ വന്നിരിക്കണ്ടേ? കൊതുക് പോകും, മിണ്ടരുത്. അടിച്ചു കൊല്ലണേ. മിണ്ടരുത്, ചുപ്പേക്കോ പത്മാഷ്. കൊതുകെ ഉറങ്ങുറങ്ങ്, മെല്ലെ മെല്ലെ കൊതുകെ ഉറങ്ങുറങ്ങ്. കൊതുകിനെ കിടത്തി ഉറക്കണ മിണ്ടല്ലേ. കൊതുകെ ഉറങ്ങുറങ്ങ്, മെല്ലെ മെല്ലെ കൊതുകി ഉറങ്ങി. താനെന്താണ് കാണിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രതികാരം ചെയ്താണ്. എങ്ങനെ? ഉറക്കം നഷ്ടപ്പെടുമ്പോൾ വികാരം ആ കൊതുകൊന്ന് മനസ്സിലാക്കട്ടെ. സമ്മതിക്കണം, താൻ നല്ല സൈക്കോആണ്. അല്ല, നമുക്കേ ഈ കൊച്ചി എന്നുള്ള പേര് മറ്റേ കൊതിച്ചി നോക്കിയല്ലോ. കൊതിച്ചിയാ? കൊച്ചിയിൽ ഇഷ്ടംപോലെ കൊതുകില്ലേ, അതുകൊണ്ട് പറഞ്ഞാണ്. ഓ, അങ്ങനെ. എടോ, മണ്ടത്തരം വിളമ്പാതെ എന്നെ നോക്കി സല്യൂട്ട് അടിക്കണോ? ഓക്കെ സാർ. സാർ ഓക്കെ. സല്യൂട്ട് ചെയ്യാനും പറഞ്ഞുകൂടാ. എന്തിനാ സാർ എപ്പോഴും എന്നെ കൊണ്ട് സല്യൂട്ട് അടിക്കണം? അതെന്റെ ഈഗോടോ. എന്ത് സാറേ? എനിക്കറിയാലോ എന്റെ വൈഫും പോലീസിലാണെന്ന്. അവള് സർക്കിളും ഞാൻ SI ആണ്. അവൾ എന്നെ എപ്പ കണ്ടാലും സല്യൂട്ട് അടുപ്പിക്കണു. വീട്ടിൽ ചെന്ന് കുടുംബ കാര്യം പറയാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറയും സല്യൂട്ട്. അപ്പൊ എനിക്ക് ആ ദേഷ്യമില്ലേ, അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് സല്യൂട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായില്ലേ? അപ്പൊ നീണ്ടു നിവർന്ന് ഒരു സല്യൂട്ട് അടിക്കുക. സല്യൂട്ട്. നമസ്കാരം. ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് രമ. ഞാനേ ബ്യൂട്ടി പാർലറിൽ ത്രെഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പ്രതി ചാടിപ്പോയെന്ന് അറിഞ്ഞത്. എന്തായി സാർ? മേഡത്തിന് ത്രെഡ് പോയോ? മേഡത്തിന് പോയോ? സാറേ, പുരികം ത്രെഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പറയണ്ടേ പുരികം? സാർ, പ്രതിനെ ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട മാഡം. ആ വന്ന വഴി അങ്ങോട്ട് പൊക്കോ. ഞങ്ങൾ പ്രതിനെ സമാധാനമായിട്ട് പിടിച്ചോളാം. അയ്യോ, എനിക്കങ്ങനെ പോവാൻ പറ്റൂല.
സാർ ഇപ്പൊ പ്രതിനെ പിടിക്കുമല്ലോ, ആ പ്രതിയുടെ കൂടെ നിന്ന് എനിക്കൊരു സെൽഫി എടുക്കണം, എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം. എന്ത് കാര്യത്തിന്? അത് പ്രതിയും ഞാൻ പ്രതിനിധിയുമാണല്ലോ. നമ്മുടെ ഒരു വിധിയെ അല്ല എന്ന് പറയാനാ, നമ്മുടെ വിധി അത്രേ ഉള്ളൂ. എടോ എന്തിനാണോ ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്യാൻ? സാർ നിങ്ങൾ ഇതിനെ സല്യൂട്ട് ചെയ്ത് ഞാൻ ഇവിടെയല്ലേ പറഞ്ഞത്? സാർ സല്യൂട്ട് ചെയ്യണോ? പോരാ, താൻ സുഖാവണില്ല, തന്റെ സല്യൂട്ട് പോരാ. അങ്ങനെയുണ്ടത് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ടത്. അവിടെ നിന്ന് അനങ്ങാതെ. അതെ, നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നല്ലേ പറഞ്ഞത്? പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കായിരുന്നു. എന്ത് പറ്റി സാർ? 4 ദിവസമായി നമ്മുടെ പഞ്ചായത്തിൽ കറണ്ട് പോയിട്ട് ഒരു മനുഷ്യക്കിടത്ത് ഉറങ്ങാൻ പറ്റത്തില്ല. അത് KCB പറഞ്ഞില്ലേ? KCB ഞാൻ വിളിച്ചിരുന്നു, എന്നിട്ട് വിളിച്ചിട്ട് അവിടെയും കറണ്ട് ഇല്ലാന്ന് പറഞ്ഞു. അവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ സാറേ? സഹിക്കല്ലാതെ മറ്റു മാർഗം ഇല്ല. മേഡം ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിലെ പൊതു പൈപ്പില് വെള്ളമില്ല. 3 ദിവസമായി. 3 ദിവസം വെള്ളമില്ലാതെ കുളിക്കണത്. വെള്ളമില്ലാതെ കുളിക്കൂ? ആ, മനസ്സിലായില്ലേ? അതാണ് ട്രൈ ക്ലീനിങ്. പിന്നെ മാത്രമല്ല, ഞാൻ വെള്ളമില്ലാതെ ഡെയിലി 3 ദിവസമില്ലേ, വെള്ളമില്ലാതെ 3 ദിവസം ഡ്രൈ അടിക്കണം. ഡ്രൈ. താൻ മദ്യപിക്കാറുണ്ടോ? മദ്യപന്റെ ശത്രുവാണ് സാർ. താൻ ഇപ്പോഴും മദ്യപിച്ചിട്ടുള്ള നല്ല സ്മെല്ലുണ്ടല്ലോ. ശത്രു എന്നെ ചതിച്ചു സാർ. താൻ എന്താണോ ഇങ്ങനായി പോയത്? തനിക്ക് നന്നായിട്ട് സല്യൂട്ട് അടിക്കാൻ അറിയാമോ? എന്നാ സല്യൂട്ട് ഇവരെന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? സാറ് സല്യൂട്ട് അടിക്കാൻ പറഞ്ഞു. നിങ്ങളോടല്ല പെണ്ണും പിള്ളേത്, ഞാൻ ഇവിടെയാണ് പറഞ്ഞത്. ആണോ? സല്യൂട്ട് ചെയ്യണോ? അതെയോ സാർ? സാറേ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തില് കള്ളന്മാരുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം തന്നെ ഈ വഴിവിളക്കുകളൊക്കെ കത്തിക്കണം. ആ, കള്ളന്മാർക്ക് സുഖമല്ലേ രാത്രി ഇറങ്ങി നടക്കാനായിട്ട്? അത് ശരി, അതിനുള്ള പരിഹാരം ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഈ അധികാരത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ ഈ വഴിവിളക്കുകളൊക്കെ ഞാൻ കത്തിച്ചിരിക്കും. തീയിട്ട് കത്തിക്കേണ്ടി വരും, അപ്പൊ കത്തും. സാറ് വെറുതെ ഈ പ്രതിപക്ഷം സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കരുത് കേട്ടോ. ഈ പഞ്ചായത്ത് പ്രസിഡന്റായ രമ ഈ പഞ്ചായത്തിൽ എന്തൊക്കെ വികസനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സാറുമാർക്ക് അറിയാമോ? ഓപ്പറേഷൻ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ ആദ്യമായിട്ട് ഈ പഞ്ചായത്തിൽ പണിത് ഈ രമയാണ്. എന്നിട്ട് എന്തുകൊണ്ട് അവിടെ ഓപ്പറേഷൻ നടക്കുന്നില്ല? പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സജ്ജീകരണമില്ലല്ലോ. സാർ അങ്ങനെ പുച്ഛിക്കരുത്. നമ്മുടെ കൊച്ചിയിൽ മെട്രോ വന്നു, ഇനി തിരുവനന്തപുരത്ത് മെട്രോ വരാൻ പോകുന്നു. ഇനി ഈ പഞ്ചായത്തിലും ഈ രമ മെട്രോ കൊണ്ടുവരും. എഞ്ചിൻ ഓഫ് ആകുമ്പോ ചിലപ്പോ തള്ളേണ്ടി വരും. എന്തിനാണോ താനീ തള്ളു കേൾക്കുന്നത്? തനിക്ക് ഇവിടെ നോക്കി കണ്ടൊന്ന് സല്യൂട്ട് ചെയ്യണോ? ഇവര് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, താൻ എന്താ ചെയ്യാത്തത്? ജയിലിൽ ചാടി പ്രതി വരുന്നുണ്ട് സാർ. അവൻ ഇങ്ങോട്ടാ വരുന്നത്. അതെ, ഞമ്മക്കൊന്നും പറഞ്ഞു നിൽക്കാം. മാഡം, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. അവനെ വിടാതെ പിടിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്ക്. ഞങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്, ധൈര്യമായിട്ട് നിന്നോ. എന്തൊക്കെയുണ്ട് അന്യ വിശേഷം? സുഖല്ലേ? ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ആണോ? വർക്കലയാണ് വീട്? അയ്യോ അല്ല. അത് ആരേച്ചി പറഞ്ഞു? എവിടെ? അല്ലെങ്കിലേ നീ അത് കൊണ്ടുപോയിക്കോ, അത് മുക്കുകൊണ്ടോ. മുക്കൂട്ടായിരുന്ന എനിക്ക് വേണ്ടത്. അയ്യടാ, ഞാൻ വെറുതെ പറ്റിച്ചതാ. ഇതെന്റെ 5 പവന്റെ സ്വർണ്ണമാലയാ. പോടാ അവിടുന്ന്. നീ ഓടിച്ചു. ഈ പഞ്ചായത്തിൽ എന്നാലും വലിയ കള്ളനോ? എന്താ ഇപ്പൊ പറഞ്ഞത്? പറഞ്ഞേ എന്റെ ഭാര്യ പോലും എന്നെ ഇത്രയും ഓടിച്ചിട്ടില്ലടാ. എന്താ പറഞ്ഞേ? ഇല്ല, ഞാനൊന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞു? പിടിക്കണോ? എന്താ പറഞ്ഞ? കള്ളനെ കഞ്ഞി വെച്ച. കഴിഞ്ഞ ആഴ്ച ഒരു കള്ളൻ വീട്ടിൽ വന്നപ്പോ ഭയങ്കര വിശക്കടും. സല്യൂട്ട് ചെയ്യണോ? എന്നെ സല്യൂട്ട് ചെയ്യണ്ട, അവനെ പിടിക്കണോ? എന്നെ പിടിക്കില്ല. അയ്യോ, എന്റെ ദൈവമേ. എന്തായാലും കള്ളൻ നമ്മുടെ വരുതിയിലായി കഴിഞ്ഞു. ഇനി താൻ CI സാറിനെ വിളിച്ചോറാ. എന്തോ കള്ളനെ ഞാൻ പിടിച്ചു കഴിഞ്ഞു. സാറിനോട് ആ ലൊക്കേഷൻ ഇട്ട് കൊടുക്കും. സാറിനോട് പെട്ടെന്ന് വരാൻ പറ. അപ്പൊ ഞാൻ കിണറ്റിലേക്ക് ഇറങ്ങണേ. ഓക്കെ, വിളിച്ചോളാം സാർ. സൂക്ഷിച്ച് ഞാൻ ഇറങ്ങുള്ളൂ. ഞാനേ CI സാറിന് മെസ്സേജ് പെട്ടെന്ന് വിളിക്കേ. കിട്ടുള്ള മെസ്സേജ് വിടാം.
ചേച്ചി എന്തോ ആരെ വിളിക്കുന്നു? എവിടെ ആരാ അയ്യോ എന്റെ മാല തന്നിട്ട് പോടാ എടാ ദുഷ്ട എടാ എന്റെ മാല തന്നിട്ട് പോ അത് മുക്കുകൊണ്ടാന്ന് പിന്നെ എനിക്ക് ഒരു തവണ അബദ്ധം പറ്റുള്ളൂ കേട്ടാ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അയ്യോ എടാ തന്നിട്ട് പോടാ സാറേ എന്റെ മാല പോയി എന്റെ സാറുടെ കിണറ്റി പോയി പിന്നെ ഇങ്ങനെ ഒരു മാല. സാറേ എന്റെ മാലയും കൊണ്ട് പോയി സാറേ ഇതെന്തൊരു ഭാഷയാ വെള്ളത്തിൽ പോയ പിന്നെ എങ്ങനെ സംസാരിക്കണേ? സാറേ ഇയാള് കുറെ വെള്ളം സാറേ സാറേ ദൈവം ഇയാള് വെള്ളം കുടിക്കണല്ലേ കിടന്ന് ഞങ്ങൾ ഒരുപാട് വെള്ളം കുടിപ്പിച്ചാ പുള്ളിച്ച് കുടിക്കട്ടെ. സാറേ സാറേ ഒന്ന് പൊങ്ങി വന്നിട്ട് പറയാമോ സാറേ? എന്നെ രക്ഷിക്കണോ? സാറേ ഞാൻ കയറങ്ങിട്ട് സാർ പിടിച്ചു കയറാമോ സാറേ? സാറേ ഈ കയറങ്ങ് ഇട്ട് തരട്ടെ പിടിച്ചു കയറുവോ എന്നാ, എന്നാ സാറേ പിടിച്ചു സാറേ. എന്താ സാറേ പക്കത്തിന്റെ തലയിലാ വീണത്. പിടിച്ച് സാറേ. പിടിച്ചോ സാറേ പിടിച്ചോ കേറിപ്പോരി കേറി കേറിപ്പോരി വാ സാറേ, പതുക്കെ പതിയെ. ആ ആ ആ കേറിപ്പോരി കേറിപ്പോരി സർക്കാരിന്റെ കാശ് തിന്ന പിത്ത ശരീരവേദന കനം. പതുക്കെ പതുക്കെ എന്റെ അമ്മേ സാറേ സാർ എന്ത് പണിയാ സാറേ കാണിച്ചത് ഞാൻ നന്ദികേട് കാണിക്കൂല. സീനിയർ ഉദ്യോഗസ്ഥനല്ലേ സെല്യൂട്ട് കൊടുത്ത. ഇപ്പോഴാണ് സാറേ സല്യൂട്ട് കൊടുക്കുന്നത് സാറേ 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 അയ്യോ, ഒന്നുകൂടി പഠിച്ചിട്ടില്ല. ബക്കറ്റ് ഇട്ടിട്ട് ബക്കറ്റ് ഇടറാ. പിടിച്ചു കയറൂലെന്ന് സാറേ. പിടിച്ച സാറേ പിടിച്ചാ കേറിപ്പോര് സാറേ കയറി വാ സാറേ. കയറി വാ സാറേ. സുനി എന്താ സാറേ എന്താ സാറേ? ഇനി നീ സല്യൂട്ട് അടിക്കരുത് കേട്ടാ. അടിക്കും സാറേ അടിക്കും സാറേ വേണ്ട അടിക്കും സാറേ. എനിക്ക് കാല് പിടിക്കാം. എന്റെ സാറേ സാറേ എന്ത് പണിയാ സാറേ കാണിച്ചത് ഞാൻ പറഞ്ഞില്ലേ നന്ദികേട് കാണിക്കില്ലെന്ന്. എന്റെ ദൈവം ഇനി എന്ത് ചെയ്യും സാറേ സാറേ അയ്യോ ശ്ശോ, എനിക്ക് വയ്യ ഇനി ആ സി എ സാർ വരുന്നുണ്ട് നമസ്കാരം സാർ പ്രതിയെ പിടിച്ചാ? പ്രതിനെ പിടിച്ചില്ല എസ് ഐ എവിടെ? എസ് ഐ പൊട്ടക്കണച്ചില് അപ്പൊ ഇവിടെ ആട് തോമ വന്നാ? എന്തിന് അല്ല എസ് ഐനെ അടിച്ച് പൊട്ടക്കത്തിലിടുന്ന ആട് തോമിയല്ലേ? പുള്ളി വന്നിരുന്നോ? ആടുതോമയൊന്നും വന്നില്ല പ്രതി കിണറ്റി ചാടി കൂടെ എസ് ഐയും ചാടി പ്രതി കിണറ്റിന്ന് ചാടി പോയി എസ് ഐ ഇതുവരെ ചാടി വന്നിട്ടില്ല എസ് ഐ ഇവിടെ തന്നെ ഉണ്ട് അയ്യോ അയ്യോ അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യണം? വലിക്കണം ഒരു സിഗരറ്റ് റോസ് വേണം. എന്റെ സാറ് സിഗരറ്റ് വലിക്കണോന്നല്ല പറഞ്ഞത് പിന്നെ? കയറിട്ട് വലിക്കണോന്ന് ഡയറക്റ്റ് വലിക്കണം. അപ്പൊ ഇതുവരെ നിങ്ങൾ അതൊന്നും ചെയ്തില്ലടോ? സാറേ കയർ ഈ സാർ ഇട്ട് കൊടുത്ത് വലിച്ച് മേളിലോട്ട് വരുമ്പം ഈ സാറ് കൈ വിടുവിച്ച് എസ് ഐക്ക് സല്യൂട്ട് കൊടുത്തോണ്ടിരിക്കുക നന്ദികേട് കാണിക്കരുത് അതുകൊണ്ട് ഞാൻ കൊടുത്താണ്. ഒരു പണി ചെയ്യാം. ഞാൻ വലിച്ചോളാം. എനിക്ക് അയാളെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശരി ഓക്കെ. സാറേ 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 കയറിടട്ടെ കയറിടട്ടെ. എന്നെയാണ് സാറിനെ അല്ല. ഓക്കെ എന്നാ പിടിച്ചേക്കണേ. കയറിട്ടിട്ടുണ്ട്. പിടിച്ചോളൂ. ഓക്കെ. അയ്യോ സി ഐ സാറ്. പുള്ളി എന്നെ കണ്ടപ്പോ സല്യൂട്ട് ചെയ്തല്ലോ. ഇനി എന്റെ സാറ് ഭാഗ്യവാനാണ്. വെള്ളം കിട്ടാതെ ചാവൂല. ഇനി അവസാനമായിട്ട് ഉപചാരപൂർവം ഞാൻ എന്റെ സാറിന് സല്യൂട്ട് കൊടുത്തിട്ട് കൊടുക്കടോ. ദൈവമേ ഇനിയിപ്പോ എന്ത് ചെയ്യും ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഈ കിണറ്റിന്റെ അടിയിൽ നിന്ന് എസ് ഐക്ക് സല്യൂട്ട് കൊടുത്ത് പുള്ളിയുടെ പടി തീർന്നോളും. ചേച്ചിമാരെ മലപ്പുറത്ത് നിന്ന് വരുമ്പം അയ്യോ സോറി ആന്റി ചേച്ചിമാരെ നിങ്ങളോടാണ് മലപ്പുറത്ത് നിന്ന് വന്നപ്പോഴേ നിങ്ങൾ എല്ലാരും കണ്ണൊക്കെ ഓക്കെ അല്ലേ? ഹെൽത്ത് വൈസ് കണ്ണ് എല്ലാം കാണാൻ പവർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇത് വെറുതെ പോലോ ഞാനേ നിങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ ഒരു കണ്ണാശുപത്രി തുടങ്ങി. നിങ്ങൾ അത്ര ദൂരത്തുനിന്ന് വരികയല്ലേ? അതുമല്ല നിങ്ങൾ പ്രായമായ ഒരാൾ കൂടെ ഇരിക്കുന്നു. ഒരിക്കലും അല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സെറ്റപ്പ് 18
കയ്യിലെടുത്തു ഞാനൊരു കാര്യം പറയട്ടെ, മുൻപ് എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ ചേച്ചിയുടെ കണ്ണിന് കുഴപ്പമുണ്ട്. അത് കൺഫേം ആയി. അപ്പൊ ഒരു കണ്ണാശുപത്രിയാണ് ഇവിടെ വരാൻ പോകുന്നത്. എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാം എല്ലാവരും. അപ്പൊ ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ഭയങ്കര ചാർജ് വേണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചേച്ചി ബാറ്ററി ഓൺ ചെയ്യോ? ബാറ്ററി ഓണായി. ബാറ്ററി ഓണായി. അപ്പൊ നമ്മുടെ ഈ നേത്ര ചികിത്സ ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ വരാൻ പോകുന്നത് നമ്മുടെ വിഷ്ണുപ്രിയ, നമ്മുടെ ഷെജീർ, നമ്മുടെ സുബിൻ. എന്റെ ദൈവമേ, കാർത്തികേയന്റെ കയ്യിൽ നിന്ന് ഒരു വ്യക്തിയിൽ രക്ഷപ്പെട്ടു വന്നതാ. അയ്യോ, കാർത്തികേയൻ. പടക്ക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ടിയ പടകേറി വാ. പിന്നെ എന്തിനാണ് ലങ്കേശ്വര എന്നെ നീ തിരിച്ചു കൊണ്ടുവിടുന്നത്? എന്റെ പാവ അമ്മയ്ക്ക് ചികിത്സ ഇല്ലാത്ത ഈ ഹോസ്പിറ്റലിൽ എന്റെ ദൈവമേ, ഇത് കണ്ടില്ലേ? എല്ലാം അടിച്ചു പൊളിച്ച്. ഇതാണ് സ്വഭാവം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്റെ അച്ഛന്റെ ആശുപത്രി തല്ലിപ്പൊളിക്കും. ഇപ്പൊ ഈ പോയത് എന്തിനാന്നറിയോ? എന്റെ അച്ഛന്റെ 25-ാമത്തെ ആശുപത്രി തല്ലിപ്പൊളിക്കാൻ പോയ പോക്ക. ആശുപത്രി തല്ലിപ്പൊളിച്ച് ഞാൻ ഇവിടെ സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പെന്ന് ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥയായി. ആരോ വന്ന്, അപ്പൊ ആരോ വരുന്നുണ്ട്. വടമല മുടി ചിക്കി ചെമ്പൊരു ചിന്തി പിടിക്കാൻ പറ്റുള്ള അതല്ല, ഞാൻ അപ്പനാ, കേട്ടിട്ടില്ലേ? പിന്നെ കട്ടപ്പനാ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ തമ്പുരാനല്ലേ? അതെങ്ങനെ മനസ്സിലായി? എനിക്ക് കിട്ടിയായിരുന്നു. എന്നിട്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ കുളപ്പുള്ളി അപ്പൻ. കുളപ്പുള്ളി ലീല. കുളപ്പുള്ളി അപ്പന്റെ പെങ്ങളായിരിക്കുമല്ലോ കുളപ്പുള്ളി ലീല. ഇതാടിയുള്ളപ്പ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് വേറൊന്നുമില്ല, എന്റെ അപ്പുറത്ത് വീട്ടിലൊരു ചെറിയ കൊച്ചുണ്ട്, ടുണ്ടുമോൻ. അവന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ അപ്പുറത്ത് വീട്ടിലെ ആൾക്കാരെ അവരെ പേടിപ്പിക്കാൻ കൊണ്ടുപോകും. എന്തിന്? കേട്ടിട്ടില്ലേ? താടിയുള്ള അപ്പനെ പേടിയുള്ളൂ. തീരല്ല കണ്ടിട്ട് പിടിക്കാൻ വേണ്ടി പഠിക്കാണ്ട് വെച്ചേക്കണെന്ന് പറയൂലട്ടാ. അതിപ്പോ ഇവിടെ പറയല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂൾ മുകളിൽ സാറിന് ഇവിടെ വിളിക്കുകയല്ല. അല്ല, അപ്പന്റെ കണ്ണിന് എന്ത് പറ്റി? ഒന്നും പറയണ്ട. 16 കൊല്ലം പുഴക്കരയിലെ പൂഴിമണ്ണ് വാരിയിട്ട്. ആ പൂഴിമണ്ണ് വാരി കണ്ണിലിട്ടാ പിന്നെ അതല്ല, പുഴക്കരയിലെ പൂഴിമണ്ണ് വാരിയിട്ട് അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഈ പ്രതിജ്ഞ ആ പൂഴിമണ്ണ് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ ഇവളെ മുഖത്ത് വാരിയിരുന്ന് പ്രാകാമായിരുന്നു. ആ ഡയലോഗും വിഴുങ്ങിപ്പോയി. അതല്ല, പുഴക്കരയിലെ പൂഴിമണ്ണ് വാരിയിട്ടുകൊണ്ട് അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറാൻ സൂര്യൻ 16 മുറിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. 16 പടിഞ്ഞാറ്. ഞാൻ പറഞ്ഞില്ലേ, 16 എന്റെ ഒരു വീക്ക്നെസ്. അയ്യോ, ആരോ വന്നിണ്ട്. കള്ളേ പിള്ളേ കള്ളേ കപ്പേ കരിമീനെ ഞണ്ട്. അപ്പൊ സൗജന്യ ചികിത്സിക്കാൻ പറ്റില്ല. സൗജന്യ കള്ള് ഷാപ്പ് ചെത്തുകാരൻ വന്നിരിക്കുന്നു. കള്ളേ, ഞാൻ രാജ. ഏത് രാജ? ഓക്കിരി രാജ, മധുര രാജ, കല്ലാരി രാജ, രാജവെമ്പാല, രാജമ്മ. നീ ആരാണ് നീ? കള്ളേ, എനിക്കൊരു ക്രൂഡാണ്. ഞാൻ പറയാം. മാണിക്യം മലരായ പൂവേ. കള്ളേ, രാജമാണിക്യം. അല്ല, എന്താണ് കണ്ണിനെന്താ വേണ്ടത്? അല്ലേ, അതൊരു കഥയാണ്. ഒരു പാതിരാത്രിയിൽ ഒരു മണിയറ വായിൽ മുട്ടിയപ്പോഴാണ്. പാതിരാത്രി കണ്ടവന്റെ മണിയറ വാതിൽ ഇപ്പൊ ഒളിഞ്ഞു നോക്കിയ പിന്നെ കണ്ണൂത്തി പൊട്ടിക്കൂലേ? ഇതെന്തൊരു ചെല്ലക്കിള്ളി. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഏതാണ് പെണ്ണെ? അത് കൊള്ളാം. താനീ തിളങ്ങണ കുപ്പായൊക്കെ ഇട്ട് വന്നപ്പോ രാജമാണിക്കൊന്നും എല്ലാവർക്കും മനസ്സിലായി. ഇങ്ങനെ തുണിയിലാണ്ട് വന്ന് നിന്നപ്പോ അപ്പനാണെന്നും എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ ഞാനാരാന്ന് ആർക്കും മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ഞാൻ 2 ക്ലൂ തരാം. 2 അല്ല, 16 വേണം. 16? ഞാൻ പറഞ്ഞില്ലേ, 16 എന്റെ ഒരു വീക്ക്നെസ്. തൽക്കാലം ഇപ്പൊ 2 ക്ലൂ തരാം. അലങ്കാര ദീപം കത്തും പെണ്ണാണ്. കിട്ടി.
കിട്ടി ആ, പറ. ദീപാവലി. അല്ല, പുട്ടുകുത്തടി, കിട്ടി പറ. തട്ടുകടയില് പുട്ടുകുത്തുന്ന ചെല്ലക്കിളി. എടോ, പുട്ടുകുത്തണമെന്നല്ല പറഞ്ഞത്, പൊട്ടുകുത്തണമെന്നാ പറഞ്ഞത്. ഞാൻ വേറൊരു ഐഡിയ പറയാം. ഞാൻ ഈ നിക്കറും ഷർട്ടും ഒക്കെ വെച്ച് നിന്നിട്ട് മനസ്സിലായില്ല. കരിമ്പനല ജയൻ കൊമ്പിൽ കിലുത്തും കെട്ടി പുള്ളറിഞ്ഞ കണ്ണുരുട്ടി. എന്റെ ദൈവമേ, ഞാൻ ശേഖരന്റെ മോളാന്ന് ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ആ, എന്റെ അച്ഛനൊരു കൈയില്ല, അത് പറയാ. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കണ്ണില്ല, എന്റെ അച്ഛനൊരു കൈയില്ല. മനസ്സിലായി. ആ, പറ. സ്പടികൻ സിനിമയിലെ ചാക്കോ മാഷിന്റെ ജുബ്ബ. എടോ, ഞാൻ ജാനകി. അതെ, ജാനകിയമ്മ. അല്ലേ പാട്ടൊന്ന് പാടി മുഴുകിട്ടടേ. എടോ, നിർത്തണോ? ഞാൻ മുണ്ടക്കൽ ശേഖരന്റെ മോള് ഡോക്ടർ ജാനകി. അല്ലേ ജാനകിയാ. ഇവിടെ നേരത്തെ ചികിത്സ ക്യാമ്പ് എഴുതി വെച്ചിട്ട് ഞാൻ എന്തൊരു നേരമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. മാനിക്കിന് കണ്ണിന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. സൗജന്യ നേരത്തെ ചികിത്സാ ക്യാമ്പെന്നല്ല, സൗജന്യ മൂത്ര ചികിത്സാ ക്യാമ്പാണ്. ഓ, എന്റെ പൊന്നേ, നിങ്ങൾ രണ്ടിന്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പെന്ന് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ഇരുന്നത്. ആ. അപ്പൊ നമ്മൾ വായിച്ചതിന്റെ കുഴപ്പമായിരുന്നത്. അതെ, നിങ്ങളുടെ രണ്ടുപേരുടെ കണ്ണിന് നല്ല പ്രശ്നമുണ്ട്. കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഒരു കാര്യം ചെയ്, നിങ്ങൾ ഇവിടെ വന്നിരുന്നേ. അപ്പേ എന്തൊരു പറയണ്. അയ്യോ, വെളിക്കിരിക്കാനല്ല പറഞ്ഞ, കസേരയിലിരിക്കാൻ. ആ കണ്ണട മാറ്റ്, നോക്കട്ടെ. മാനിക്കൻ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഈ ഡോക്ടർക്കും കണ്ണ് കാണില്ല. അതെന്താ? കണ്ടില്ലേ, കണ്ണിൽ ടോർച്ച് അടിച്ച് നോക്കുന്നു. ഓ, എന്റെ അമ്മ കണ്ണ് ടെസ്റ്റ് ചെയ്തതാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ സഹോദരി എന്റെ കണ്ണും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സഹോദരിയാ? പിന്നെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ സഹോദരി എന്നല്ലേ? എന്ന ഫാദർ ഇവിടെ ഇരുന്നേ. എന്താ മനസ്സിലായി? അപ്പൻ എന്ന് പറഞ്ഞ ഫാദറും കൂടിയല്ലേ? അടിച്ചാൽ തിരിച്ചടിക്കുന്ന ജാതിയാ. മുട്ടി നിൽക്കാൻ പറ്റില്ലേ? മുട്ടി നിക്കണെങ്കിൽ ഇത്രയും പറമ്പില്ല, അപ്പൊ എവിടെയെങ്കിലും പോയി ഒഴിച്ചുകളാ. അതല്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന്. പിടിച്ചു നിൽക്കണത്ര ഒഴിച്ചുകളാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൂഴി കിട്ടിയിരുന്നെങ്കിൽ ഇവളുടെ മുഖത്തെറിഞ്ഞ് പ്രാഗമായിരുന്നു. ആരിസ് മോനെ വാവാ. ആയുസ് മോനെ വാവാന്നാ. ആയുഷ്മാൻ പവാന്ന്. അത് പറഞ്ഞപ്പോഴാ രണ്ടുപേരുടെ കണ്ണിൽ ഇത്തിരി തുള്ളി മരുന്ന് ഇടാനുണ്ടേ. ഇനോഗ്രേഷൻ ഓപ്പണിംഗ്. ഇതെന്താ ഈ കാണിച്ചത്? തുള്ളി മരുന്നിനെ ഞാൻ വന്നിട്ട് രജിസ്റ്റർ ചെയ്തല്ലേ. എന്നിട്ട് ഒരു തുള്ളി പോലും ഞങ്ങളുടെ കണ്ണി വീണില്ലല്ലോ. തുള്ളിക്കൊണ്ടിട്ടാ പിന്നെ അത് വീഴുവോ? ഇവള് കൊള്ളാം. അതെ, നിങ്ങളുടെ രണ്ടുപേരെ ഞാൻ കുറച്ച് അക്ഷരങ്ങൾ കാണിക്കാം, നിങ്ങൾ അത് വായിക്കണം. ഗെയിം ഷോ കൊള്ളാം. കണ്ണാശുപത്രിയിലും ഗെയിം ഷോ. ഇത് ഗെയിം ഷോ അല്ല, നിങ്ങളുടെ കണ്ണിന്റെ പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. എന്നാ ഒന്ന് കാണട്ടെ. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, സർജറി വേണ്ടി വരും. ഒരു 4 ലക്ഷം രൂപ എന്തായാലും ആവും. 4 ലക്ഷം രൂപയാ? മാണിക്കൻ, ഇവള് നമ്മളെ വലിപ്പിക്കാൻ നോക്കുക. ഞാനൊരു കാര്യം പറയാം. ഇതേ, എങ്ങനെയെങ്കിലും അക്ഷരങ്ങൾ പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ 4 ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്റെ കൂടെ നിന്നാൽ നമുക്ക് 4 ലക്ഷം ലാഭിക്കാം. ആദ്യം മാണിക്കൻ അങ്ങ് ഇരുന്നേ. അപ്പാ, മാണിക്കന്റെ കണ്ണൊന്ന് പൊത്തിക്കേ. നീ മാണിക്കതൊന്ന് വായിച്ചേ. വായിച്ചോണം. മര്യാദക്ക് വായിച്ചാൽ 4 ലക്ഷം നമുക്ക് കിട്ടും. വായിച്ചോ. ഇത് താ, ഇത് താ, ഇത് താ. ഇതെന്തേ കാണിക്കുന്നത്? അത് വായിക്ക. അത് താ. തള്ളേതാണോ? തത്തത്തെ. താ. അപ്പൊ അത് ഓക്കെയാണ്. അപ്പൊ അടുത്ത കണ്ണൊന്ന് പൊത്തിക്കോ. ഈ അക്ഷരം ഒന്ന് വായിക്കണേ. ഇതൊന്ന് വായിച്ചേ. വായിച്ചോ. ഇത് സെഡ്. അത് 8. അത് 8 ഇത് സെഡ്. അത് 8 ഇത് സെഡ്. അപ്പൊ മാണിക്കന്റെ കണ്ണിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. 4 ലക്ഷം രൂപ അപ്പൊ എന്റെ ലാഭിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ദേ, ഇന്ന് ഞാൻ രക്ഷിച്ചു, അതുപോലെ നീയും എന്നെ രക്ഷിക്കണം. ദേ, അവിടെ എഴുതുന്ന കാര്യങ്ങൾ നീ എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരണം. പറഞ്ഞു തന്നെ നോക്കിയാ മതി. അപ്പം പറ. ഒരു ഗ്രേവിയും കൂടെ പറ. അപ്പം പറഞ്ഞു പറയാനല്ല, ഞാൻ ചോദിക്കണം, അപ്പം പറയാൻ. ഞാൻ പറയാം. ദേ, ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, നിനക്ക് പറഞ്ഞു തന്നതുപോലെ എല്ലാ കാര്യങ്ങളും എനിക്കും പറഞ്ഞു തരണം. ഇതൊന്ന് വായിക്കേ. അല്ലേ, എനിക്ക് എഴുത്തും വായന അറിയില്ലടേ. അതെ മോളെ, നിനക്ക് ഈ കിഴങ്ങ് കറി കഴിച്ചാൽ ഗ്യാസ് വരുമോ? എനിക്ക് കിഴങ്ങ് എവിടെ? എനിക്കൊരു മുച്ചൂട് കിഴങ്ങൻ, എഴുത്തും വായനയും അറിയാത്ത പൊട്ടൻ. ഇവൻ എന്റെ 4 ലക്ഷം കൊണ്ട് കളഞ്ഞല്ലോ. ഞാൻ എന്ത് ചെയ്യും? അതെ, അപ്പന് ഏത് കണ്ണ് ഇപ്പൊ കാണാത്തത്? എനിക്ക് വലത്തേ കണ്ണ്. മാണിക്കനാ? എനിക്ക് അടുത്തേ കണ്ണ്. ഒരു കാര്യം ചെയ്യും, അപ്പൻ അപ്പുറത്ത് നിന്നേ, മാണിക്കന് ഇപ്പുറത്ത് നിന്നേ. അല്ലേ, അപ്പൻ ഇപ്പൊ ആ സൈഡിലുള്ളൊക്കെ കാണാൻ പറ്റണ്ട. അവിടെ 16 ആളുകൾ. തനിക്ക് ഈ സൈഡിലുള്ളൊക്കെ കാണാൻ പറ്റണ്ട. അപ്പടി ചെല്ലക്കിളികള്. രണ്ടുപേരും 2 സൈഡും ഓക്കെ ആയിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അങ്ങ് പോയാ മതി. നമ്മളിപ്പോ ഇങ്ങനെ പോയാ മതി അല്ലേ? മാണിക്കൻ, ഇനി നമ്മൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കണം. നമുക്ക് ഇടത്തോട്ട് പോയാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിഴക്കോട്ട് പോവാം. വേണ്ട, വടക്കോട്ട് പോവാം. കിഴക്കോട്ട് പോവാടേ. വടക്കോട്ട് പോവാൻ. വടക്കും കിഴക്കും പോയി 2 കൂടി തെക്കോട്ട് പോവോ? അയ്യോ അയ്യോ, പിന്നെ ആരോ വന്ന്. അപ്പൊ ആരോ വരുന്നുണ്ട്. എന്റെ ദൈവമേ, കുഞ്ഞിക്കൂനല്ല നവ്യാനായിരല്ലേ കണ്ണു ചികിത്സക്ക് വേണ്ടി വന്നത്. എന്ത് ദൈവമേ, ആരൊക്കെയോ വരുന്നുണ്ട്. ഈശ്വര, വാസന്തി ലക്ഷ്മിയിലെ രാമുല്ല വന്നത്. അവൻ
മാത്രമല്ല ദേവദൂതല മഹേശ്വറുമുണ്ട്. അവര് മാത്രല്ല കേട്ടോ, ഗുരു സിനിമയിലെ എല്ലാവരും കണ്ണോപ്പറേഷൻ എന്താ ദൈവമേ, മലയാള സിനിമയിലെ കണ്ണ് കാണാണ്ട് അഭിനയിച്ച എല്ലാ നടന്മാരും നടിമാരും കൂടി കയറി വന്ന ഞാനിത് എന്തോ ചെയ്യും? അതെന്റെ ഒരു ടെക്നിക്കാ. ഈ സ്കിറ്റിന് ഒരു ക്ലൈമാക്സ് വേണ്ടേ? അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ ഐഡിയ ആണ്. മലയാള സിനിമയിലെ എല്ലാ കണ്ണു കാണാത്ത കഥാപാത്രങ്ങളെയും ഇവിടെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്. ഇനി നല്ലൊരു എൻഡ് പഞ്ച് പറഞ്ഞാൽ മാത്രം മതി. നിന്റെ ബുദ്ധി വിമാനമാണ്. പുലിയല്ല, വെറും പുലിയല്ല, കഴുത പുലി. ഓക്കെ, ഇത്തുമാർക്ക് ഒരു ചാൻസ് കൊടുത്തിരിക്കുകയാണ്. പറഞ്ഞോ, എന്നാ പറയാനുള്ള സ്കിറ്റിനെ പറ്റി? വളരെ ഗംഭീരായിട്ടുണ്ട്, അടിപൊളി, ഒന്നും പറയാനില്ല. കുറെ കാലം ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ട്. ആണോ? അടിപൊളി, സൂപ്പർ, ഓൾ റൈറ്റ്. നിങ്ങൾ അറിയില്ല ആ പെൺകുട്ടിയെ ഈ ഇടയ്ക്ക് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്? ആ കൊച്ചിനെ ഈ ഇടയ്ക്ക് നവ്യ നായറിന്റെ കൂടെ ഒരു സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ചപ്പോ രണ്ട് നവ്യ നായർ സോഷ്യൽ മീഡിയയില് കുഞ്ഞാളായിരുന്നു അത്. ആ കുട്ടിയാണ് ഈ കുട്ടി. ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടേ. എന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വേഗം ഓടി വന്നതാണ്. നൈസ് ടു മീറ്റ് യു. വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു, ഫുൾ വൈറലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട്? ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയ. വിഷ്ണുപ്രിയാണ് എന്നെ വിളിച്ചത്, എന്റെ ഫ്രണ്ടാണ്. ഞാൻ ഡാൻസ് ഫീൽഡിലാണ്. അറിയാം. നമുക്ക് എന്തായാലും ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കരനിറയെ പണമൊഴുകണ കടി പറന്നിറയണ ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയണ ചിരി ചിരി പല ചിരി 15,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ഡിസപ്പോയിന്റ്മെന്റ് ആയത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എപ്പോഴും നമ്മൾ കാണുന്ന സ്കിറ്റുകളെല്ലാം ഗ്രാഫ് വൈസ് ആണെങ്കിലും ഇവരുടെ ഒരു എനർജി വൈസ് ആണെങ്കിലും ഗംഭീരമായിട്ടാണ് അല്ലെ നമ്മൾ കാണാറുള്ളത്. ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ അത്ര ഏറ്റവും ജാസ്തി കോൺഫിഡൻസ് ഉള്ള ഒരു ടീമാണ്. 75 ഉറപ്പാണ്. അല്ലല്ല, അടുത്ത വട്ടം ഇതിന്റെ ബാക്കി 35-ഉം അടുത്തതിന്റെ 50-ഉം. അതെ, എല്ലാവരും ചേർന്ന് അത്രേ ഉള്ളൂ. ആ പോസിറ്റീവ് വൈബില് നമുക്ക് നിൽക്കാം. ചിരിച്ചു, പക്ഷെ കൗണ്ടറുകൾ കുറച്ച് പ്രോമിസ് തരൂ, ഇപ്പൊ പ്രോമിസ് തരൂ. നെക്സ്റ്റ് ടൈം എന്താണ്? 50 ആണോ 75 ആണോ? 75. ഓക്കെ, 75 കാത്തിരിക്കും നമ്മള്. അപ്പൊ ഇതൊരു സൈനിങ് എമൗണ്ട് ഞാൻ തരാം. അഡ്വാൻസ് ഇപ്പൊ ഇട്ട് കൊടുത്തു. 15,000 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. വിഷമിക്കണ്ട, നമുക്ക് അടുത്ത തവണ കിടിലോ ആക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, ബി പോസിറ്റീവ്. തിരിച്ചു വരുമ്പോൾ മച്ചാന്റെ കൂടെ ഞാനും എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചെയ്യാൻ മച്ചാനെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് എന്താണ്? അപ്പോ ഇന്ന് ഞങ്ങളുടെ പരീക്ഷണ വസ്തുവിന് വേണ്ട സാധനമാണ്. ഇതെന്താണ്? ഇതാണ് ഹൈഡ്രജൻ ലിക്വിഡ്. എനിക്കറിയില്ല. ലിക്വിഡ് നൈട്രജൻ. ഇതാണ് ലിക്വിഡ് നൈട്രജൻ. ഓക്കെ, അപ്പോ ഇതിനെ പറ്റി പറയണെങ്കിൽ ഇവൻ ഇച്ചിരി ഡേഞ്ചർ ആണ്. എന്നിട്ടാണോ എന്നെ പിടിപ്പിക്കാൻ തന്നത് ഈ സാധനം? ഓക്കെ, ഡേഞ്ചർ ആണെന്ന് വെച്ചാൽ നമ്മൾ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ ഇവൻ പാവാണ്, അല്ലെങ്കിൽ ആളിച്ചിരി ഡേഞ്ചർ ആണ്. മാലാക കുട്ടികളെ പോലെ ഒഴുകിയെടുക്കുന്നത് കണ്ടോ? ഓക്കെ, ഇതൊന്നും അല്ല ഇതിന്റെ കാര്യം. സാധാരണ നമ്മുടെ വെള്ള ഐസ് അവന് എത്ര ടെമ്പറേച്ചർ വേണം? 100 ഡിഗ്രി. 100? അത് തിളയ്ക്കാൻ 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ സാധാരണ വെള്ളം 0 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോഴേക്കും ഐസ് ആവും. പക്ഷേ ഇതിലുള്ള ഈ ലിക്വിഡ് നൈട്രജന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഓ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഇത് പറയൂ. -36. നോ, -196. Yes. അതായത് നമ്മുടെ കയ്യിലേക്ക് ഇതിപ്പോ ഞാൻ ഒഴിക്കുകയാണെങ്കിൽ എന്റെ കൈ ഫ്രോസൺ ആയി പോയി, ഞാനിവിടെ തട്ടി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അതേ അവസ്ഥ, അതാണ് അവസ്ഥ. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് നൈട്രജൻ എടുത്ത് നമ്മൾ പണിയുന്നതിന് മുമ്പായിട്ട് എന്തായാലും മച്ചാന്റെ സേഫ്റ്റി ഞങ്ങൾക്ക് പ്രധാനമാണ്. താങ്ക്സ് മച്ചാനെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? ഇത് എന്നെ നേരെ അങ്ങ് ഒഴിക്കുക. പറ്റിച്ചതാ. നമ്മൾ നേരെ അങ്ങ് ബീക്കറിലേക്ക് ഒഴിക്കുകയാണേ. ഇത് ഭയങ്കരമായിട്ട് ഫ്രീസ് ഔട്ടോ. കണ്ടോ, നമ്മളത് ബീക്കറിലേക്ക് ഒഴിച്ചു. എന്നെ തിളക്കുന്നു, പുക വരുന്നു. നല്ല രസമില്ലേ കാണാൻ? ഓക്കെ, മച്ചാനെ ബിസ്ക്കറ്റ് ഇഷ്ടമാണോ? ബിസ്ക്കറ്റ് ഇഷ്ടമാണ്. എങ്കിൽ ഞാനൊരു ബിസ്ക്കറ്റ് തരാം. ഈ ബിസ്ക്കറ്റ് സാധാരണ ബിസ്ക്കറ്റ് അല്ല, നൈട്രജനിലെ സ്മോക്കി ബിസ്ക്കറ്റ്. യെസ്, എനിക്ക് കൊടുക്കാണ്. ഇതാണ് പുക മനുഷ്യൻ. ഓക്കെ, ഇതാരും തന്നെ അനുകരിക്കരുത്. ഈ കുട്ടിയുടെ പോലെ ആയി പോട്ടോ. പുക തുപ്പുന്ന കിളി, പുക തുക്കുന്ന എലി. നോബിച്ചേട്ടാ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നു. നോബിച്ചേട്ടൻ
അപ്പൊ നോക്കി ചേട്ടന് നമ്മള് ഒരു ബിസ്ക്കറ്റ് എടുത്ത് നേരെ ലിക്വിഡ് നൈട്രജനിൽ ഡിപ്പ് ചെയ്ത് ഓ കൊതിയൻ ഇപ്പഴേ ഡ്രാഗൺ കുഞ്ഞു വരും. അതെ ഡ്രാഗൺ അതാ, വരും. നിങ്ങൾ ശ്രദ്ധിച്ചോ. പെട്ടെന്ന് നാക്ക് freeze ആയില്ലേ? എന്ത് തണുപ്പ്. എനിക്കൊരു ബിസ്ക്കറ്റ് വേണം. എല്ലാവർക്കും ബിസ്ക്കറ്റ് ഉണ്ട്. എന്റെ പൊന്നേ, ഒരുമിച്ച് ബിസ്ക്കറ്റ് തരാം. ആണ്ട്രാ, കിലോ കണക്കിന് ബിസ്ക്കറ്റ് ഇടുന്നടാ മച്ചാൻ. എല്ലാവരും- പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ ഒരു ആസിഡ് മുക്കിയ ബിസ്ക്കറ്റ് ആസിഡാ? അല്ല ലിക്വിഡ് മുക്കിയ ബിസ്ക്കറ്റ്. പുക വരുന്ന ബിസ്ക്കറ്റ് അതാ ഞങ്ങൾ കഴിക്കുകയാണ്. കഴിച്ചോ? പുക തുപ്പുന്ന ആലീസ്, വാ, വാ. പുക തുപ്പുന്ന അഖിൽ, ഇത് വാ, കഴി. പുക തുപ്പുന്ന ശ്രീവിദ്യ. എല്ലാവരും ഇതിൽ ഓരോ ക്ലിപ്പുകളായിട്ട് കട്ട് ചെയ്തു ഓരോരുത്തരും പുകവലിക്കുന്നു എന്നുള്ള രീതിയിലെ വീഡിയോ വരും. നോക്കിക്കോ. പല്ലൊക്കെ മരവിച്ചു. അപ്പൊ ഇനി നമ്മളുടെ അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോവാ അല്ലേ? ഈ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള ഒരാളാണ്. അഖില് ചാടിക്കേറി ഏക്കേം ചെയ്തു. ഓക്കെ, അഖിൽ മോൻ, ഇതെന്താണ്? കുപ്പി. കുപ്പി. ഓക്കെ, ഈ കുപ്പിയിലേക്ക് ഞാൻ ആദ്യം ഒഴിക്കാൻ പോകുന്നത് വെള്ളമാണ്. വെള്ളം, സാധാരണ വെള്ളം, H2O. അപ്പോ അഖിൽ മോന് പേടിയുണ്ടോ? പിന്നെ ഇനി നമ്മൾ ഒഴിക്കാൻ പോണത് എന്താണ്? ചുണ്ടൂടെ വേറെ അത് വേറെ ആവശ്യമില്ല. ഇത് ലിക്വിഡ് നൈട്രജൻ. പേടിയാവുന്നില്ല ദൈവമേ. ഓക്കെ, ഏട്ടന് കുഴപ്പമില്ല, കുടുംബമൊന്നും ഇല്ലല്ലോ. കുടി. അഖിലിനോടാണോ? ഓക്കെ, ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, H2O പ്ലസ് ലിക്വിഡ് നൈട്രജൻ. ഇതാ ഞാൻ സയൻസ് പഠിക്കാത്ത. അതെ, സയൻസ് പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കല്ലോ. ഒരിക്കലും ചെയ്യരുത്. ഇനി നമുക്കങ്ങ് ഇറങ്ങിക്കാം. അഖിൽ ഇത് പോയിട്ട് നേരെ ഒരു ഫ്ലിപ്പ് ചെയ്യണം. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം. ഇങ്ങനെ. ആ, എന്നിട്ട് ഒന്നും ചെയ്യണ്ട, ബാക്കി അത് ചെയ്തോളൂ. ഫ്രണ്ടിലോട്ട് പോയിക്കോളൂ. നമുക്ക് ഇറങ്ങിക്കാം. 2, 3, go. റോക്കറ്റ് തിരിച്ചു വന്നു. ഞാനേ ഒറ്റ സെക്കൻഡിന് നീല ടാർപ്പേ കസേര കട്ടിയേച്ചി എന്തൊക്കെ കട്ടിയേ. ഇതിന്റെ കൂടെ ഞാനും കൂടെ ആകാശത്ത്. നാസ വിട്ട പോലെ അഖിലും വിട്ടിരിക്കുകയാണ് റോക്കറ്റ്. ഒറ്റ വേറെ സംഭവം അറിയുമോ? ഒറ്റ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചേ കുട്ടിപ്പോ പൊങ്ങി വരുത്ത. അഖില് കാണിച്ച ധൈര്യത്തിന് നമ്മൾ നല്ലൊരു കൈയടി കൊടുക്കും. സൂപ്പർ. കാരണം എക്സ്പെരിമെന്റ് എന്താന്ന് പോലും അറിയാണ്ട് അതുകൊണ്ടാ അച്ഛനെ വിശ്വസിച്ച് അവിടെ നിന്ന് ചെയ്തതിന് നല്ലൊരു കൈയ്യടി. അല്ല ചെയ്തിട്ട് ട്രൈ ചെയ്യുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ മാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പേടിയുണ്ട്. ബട്ട് മാമിന്റെ ധൈര്യം, അതാണ് എന്റെ ഊർജം. ഓക്കെ, പറഞ്ഞാട്ടാ മാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പേടിയുണ്ടെന്ന്. ഞാനായിരുന്നു സത്യത്തിൽ ഐ എം കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ്. മാമിന് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രശ്നമേ ഉള്ളൂ. എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിറ്റിൽ എടുത്ത് അങ്ങ് ചെയ്യാം. തലയിൽ വന്ന് കോട്ടൊന്നും തെറിച്ച് വരൂല. അതേ ഞാൻ ഫ്രണ്ട് മേളിലേക്ക് പോകുന്നേ. ഓക്കെ, അവിടെ എന്തോ സെറ്റ് പൊട്ടി. അതിന്റെ ഞാൻ റെസ്പോൺസിബിലിറ്റി. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോഴും ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മളൊക്കെ മാനത്ത് നോക്കിയിരിക്കുകയാണ്. ഹാപ്പി 2026. ആയാ ഇപ്പൊ ചേച്ചി ഒറ്റ ചേച്ചി ഫ്ലിപ്പായി. പോയി, ചേച്ചി ഫ്ലിപ്പായി guys. ചേച്ചി ഫ്ലിപ്പായി. ഇനി ഒന്നും പറയണ്ടാക്കില്ലേ, ഇവിടെ വെച്ച് ഈ എക്സ്പെരിമെന്റും നമുക്ക് ഈ ഷോയും തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യാം. മച്ചാൻ ആദ്യമേ നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം ഇത്രയും എക്സ്പെരിമെന്റ് ഈ സ്റ്റേജിൽ നമുക്ക് വേണ്ടി ചെയ്തു തന്നേന്. അതാണ് അവാർഡ് വിന്നേഴ്സ്. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. എക്സ്പെരിമെന്റുകൾ ഇനിയും ചെയ്യണം. അത് കാണാൻ ഞങ്ങൾ റെഡിയാണ്, നമ്മുടെ പിള്ളേരും റെഡിയാണ്. ഇത്തമാരെ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനിയും കാണും. ഓക്കെ, അപ്പൊ മച്ചന്മാരെ, ഇന്നത്തെ എക്സ്പെരിമെന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളെയും ചിരിപ്പിച്ച് കുട്ടുകാരാ ചിരിപ്പിക്കുന്ന കോമഡി മാസ്റ്റേഴ്സ് എന്ന ഈ ഒരു ഫ്ലോറിൽ നിന്ന് എല്ലാവർക്കും ഒരു വൈൻഡ് അപ്പ് പറയാണ്. അപ്പൊ മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.